തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ അടിസ്ഥാന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇതുവരെയും പരിഹരിക്കപ്പെടാത്തതിന്റെ വലിയ വിഷമം തീരദേശ മേഖലകളിലെ ജനങ്ങൾക്കുണ്ട്. ആ പ്രതിഷേധം താങ്കൾക്ക് അനുകൂലമാകുമ്പോൾ ആ പ്രതിഷേധം തീർച്ചയായിട്ടും, കാരണം ബിജെപിക്ക് ഇതൊരു അവസരം കിട്ടിയിട്ടില്ലല്ലോ. തീരദേശ മേഖലയിലെ വർഷങ്ങളായി അവരാഗ്രഹിക്കുന്ന പ്രശ്നങ്ങൾ, അവർ പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊന്നും പരിഹരിച്ചു കൊടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ജയിച്ചു വന്ന ഒരു എംഎൽഎമാർക്കും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് ബിജെപി പറയുന്നതല്ല. ഞാൻ ഈ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനങ്ങളിലേക്ക്, ആ തീരദേശ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവരുടെ പരാതികളും പരിദേവനങ്ങളും കൃത്യമായിട്ട് കേട്ട് അതാ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു ഉറച്ച വിശ്വാസമാണ്. ബിജെപിക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ ബിജെപിക്കെതിരെ ഉണ്ടാകുന്നൊരു അവിടുത്തെ ഒരു വികാരം അതിനില്ല. ബിജെപിയെ തോൽപ്പിക്കണം എന്നുള്ള വാശി അവിടുത്തെ ജനങ്ങൾക്കില്ല. ബിജെപിയെ ജയിപ്പിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു മുന്നേറ്റം ഉണ്ടാവും എന്തായാലും. ആ ഒരു മുന്നേറ്റം ഉറപ്പായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ ബിജെപി ആ തീരദേശ മേഖല എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു. സ്ഥാനാർത്ഥികളെല്ലാം അവിടുത്തെ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു, കടലിന്റെ മക്കളായിരുന്നു. ആ വനിതകളായിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം, അതിപ്പം വെട്ടുകാളിലെ ഹിൽഡ, വലിയതുറയിലെ ജയറാണി, വിൽഫ്രഡ് അടക്കമുള്ള വനിതകളൊക്കെ ഇന്ന് ബിജെപിയുടെ പ്രവർത്തകരാണ്, നേതാക്കന്മാരായി അവിടുത്തെ ജനങ്ങളിൽ പ്രവർത്തിക്കുകയാണ്. അപ്പം അവരൊക്കെ പൊതുവെ ബിജെപിക്ക് നൂറുകണക്കിന് പ്രവർത്തകർ പൂന്തുറ, വലിയതുറ, ശംഖുമുഖം, വെട്ടുകാട്, വേളി ഈ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് ബിജെപി പ്രവർത്തകരാണ് തീരദേശവാസികളായി വന്നിട്ടുള്ളത്. ഇതെല്ലാം അനുകൂലമായ സാഹചര്യം. അതോടൊപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ചാലക്കമ്പോളത്തിന്റെ വിഷയം ഞാൻ എപ്പോഴും പറയുന്നത്, ചാലക്കമ്പോളം നിസ്സാര പ്രശ്നമല്ല. അത് അടിസ്ഥാന സൗകര്യങ്ങളില്ല. തമ്പാനൂരിന്റെയും പഴവങ്ങാടിന്റെയും വെള്ളപ്പൊക്കത്തിന് ഇന്ന് വരെ പരിഹാരം ഉണ്ടായിട്ടില്ല. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടകൾ ചരിത്ര പ്രാധാന്യമുള്ള പൈതൃക കോട്ടകളായിട്ടുള്ള കോട്ടകൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. രാജാജി നഗർ, നമ്മൾ തൊട്ടടുത്ത് സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്തിരിക്കുന്ന രാജാജി നഗറിൽ ഇന്നും പോയി കഴിഞ്ഞാലും വർഷങ്ങൾക്ക് മുമ്പുള്ള രാജാജി നഗറിന്റെ അവസ്ഥയെക്കാളും വളരെ പരിതാപകരമാണ്. ഡ്രെയിനേജുകൾ പൊട്ടിയൊഴുകുന്ന കാഴ്ചയും അവിടെ മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഞാനിത് രാജാജി നഗറിൽ പോകാൻ തുടങ്ങിയത് സ്ഥാനാർത്ഥിയായിട്ടൊന്നുമല്ല. ഞാൻ 35 വർഷമായിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഈ ഘടകങ്ങളെല്ലാം അനുകൂലം അല്ലേ? ഈ ഘടകങ്ങളെല്ലാം അനുകൂലമാണ്. അതായത് വേറെ ഈ ഘടകങ്ങൾ മാത്രമല്ല, പല ഘടകങ്ങളും ബിജെപിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്.